ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബാലേന്ദ്രനെതിരെ വൈജയന്തി വക്കീൽ നോട്ടീസ് അയച്ച കാര്യം മനുശങ്കർ രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട്. കൊച്ചച്ഛൻ കടപ്പാട്ടൂർ പോയി ബാലേന്ദ്രനങ്ങളെ കണ്ട് സംസാരിക്കണം. അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് തന്നെയാണ് വൈജയന്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലേന്ദ്രനങ്ങൾ ഒരു കാരണവശാലും വൈജയന്തിക്ക് വേണ്ടി അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കത്തില്ല. അതുകൊണ്ട് തന്നെ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അലീന ആരാണെന്നുള്ള സത്യം ബാലേന്ദ്രനങ്കിൾ കോടതി പറയും. അത് ആൻറ്റിക്ക് തന്നെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് അങ്കിള് കടപ്പാട്ടൂർ വീട്ടിൽ വന്നിട്ട് ബാലേന്ദ്രനങ്ങളോട് സംസാരിക്കാൻ പറ. ആ ശരി മനു, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയും. രാജീവൻ കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് ബബിത സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അപ്പം രാജീവിനെ കാണുന്നത് ബബിത ചോദിക്കും, അങ്കിളെന്താ പതിവില്ലാതെ ഇങ്ങോട്ട്, അതെന്താ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് ചോദിക്കും. അല്ല, അങ്ങനെ വരുന്ന പതിവില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. നിനക്കൊന്നും കോളേജിലൊന്നും പോകണ്ടേ? ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് കോളേജിലോട്ടൊന്നും പോകുന്നില്ല. എങ്ങനെ പോകും? അത്രയ്ക്കും നല്ല സൽപ്പേരല്ലേ നിൻ്റെ ചേട്ടനുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചോദിക്കും. നിൻ്റെ സഹോദരൻ പീഡന കേസ് ജയിലിലായി. ഇപ്പോൾ നിൻ്റെ അമ്മ കൈയും കാലും ഓടി ഹോസ്പിറ്റലിൽ. എന്നിട്ട് നീ ഇതുവരെ നിൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. നിനക്ക് കോളേജിലൊന്നും പോകണ്ടല്ലോ, നിനക്ക് കുറച്ച് നേരം പോയി അവളുടെ തിരുനാളൊക്കെ എന്താണെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് പിന്നെ ബബിതയൊന്നും മിണ്ടത്തില്ല. എന്നിട്ട് ചോദിക്കും, അങ്ങോട്ട് പോയിട്ട് എന്തോ അങ്കിളെ കാര്യം? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ അലീനെക്കുറിച്ച് ഓരോന്ന് പറയുമെന്ന് പറയും. എന്തു പറയാൻ? അലീനെ അച്ഛൻ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കത്തില്ലല്ലോ എന്ത് സംഭവിച്ചാലും. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയും. അവൾ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കും. അവളെ അങ്കിളെ ഇതിനെല്ലാം തുടക്ക കാരണമെന്ന് ചോദിക്കും. അവളുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതെന്ന് പറയും. അവൾ നിൻ്റെ സഹോദരനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എഴുതി വെച്ചിട്ട് അവർ ഒപ്പിടാൻ പറഞ്ഞു. എന്നിട്ട് പോലും അലീന ചെയ്തില്ല. അവൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അവൾ ചെയ്യാതിരുന്നത്? അവൾ രോഹിത്തിനെ ഒരു സഹോദരൻ്റെ കണക്ക് കാണുന്നതുകൊണ്ടാണെന്ന് പറയും. എന്നിട്ട് നിനക്കൊന്നും ഇപ്പോഴും അവളുടെ വില മനസ്സിലായിട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് രാജീവ് ബബിതയെ ശാസിക്കുകയാണ്. ബബിതയ്ക്ക് അതൊന്നും കൂടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്ക് നേരെ അകത്തോട്ട് കയറി ചെല്ലും. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് വരും. അച്ഛനില്ല മോളെ എന്ന് ചോദിക്കും. അച്ഛൻ മുകളിലാണെന്ന് പറയും. അങ്കിൾ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറയും. അങ്ങനെ രാജീവ് ബാലേന്ദ്രനെ കാണാണ്ട് റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ കയറി ചെല്ലും. ഇതാര്, രാജീവോ? എന്താ പതിവില്ലാതെന്ന് ചോദിക്കും. അത് ഞാൻ വന്നത് വൈജയന്തി വക്കീൽ നോട്ടീസ് അയച്ചെന്ന് അറിഞ്ഞു. ഓ, അതറിഞ്ഞായിരുന്നില്ലേ? അറിഞ്ഞു. അവൾ ഇപ്പോഴും സ്വന്തം മകൻ പീഡന കേസിൽ ജയിലിൽ കിടക്കുക. എന്നിട്ടും അവൾക്കിപ്പോഴും എനിക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ അയക്കാൻ അവൾക്ക് ബുദ്ധിയെന്ന് പറയും. ആവട്ടെ, ഞാനിനി ഒന്നും പറയുന്നില്ല. അവൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാമെന്ന് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൾക്ക് അലീനെ ഇവിടുന്ന് പറഞ്ഞേക്കണമെന്നാണല്ലോ നിർബന്ധം. പക്ഷേ കോടതി ചെന്ന് കഴിയുമ്പോൾ അലീന അവൾക്ക് ആരായിരുന്നു എന്നുള്ള കാര്യം ഞാൻ കോടതി വെച്ച് സംസാരിക്കുമെന്ന് പറയും. ഉടനെ രാജീവൻ പറയും, ബാലേന്ദ്ര പ്ലീസ്, കോടതി വെച്ച് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാൽ അത് ശരിയാവത്തില്ലെന്ന് പറയും. എന്ത് ശരിയാവത്തില്ല? നിങ്ങൾ ഉൾപ്പെടെ ഒരു കുടുംബം മുഴുവനാണ് എന്നെ ചതിച്ചത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു ചതി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലെന്ന് പറയും. നിങ്ങളെല്ലാവരും ചേർന്നല്ലേ ഞാൻ ചതിച്ചതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് പിന്നെ രാജീവിന് മറുപടിയൊന്നുമില്ല. പക്ഷേ ഇനി അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും. അവളുടെ അലീനയുടെ അച്ഛനുണ്ടല്ലോ സ്റ്റാൻലി, അയാളെ ഞാൻ കോടതി കൊണ്ടുവരുമെന്ന് പറയും. എന്നിട്ട് കോടതി വെച്ച് അവളെ ഞാൻ നാണം കെടുത്തുമെന്ന് പറയും. അപ്പോഴത്തേക്ക് രാജീവൻ പറയും, ബാലേന്ദ്രൻ പ്ലീസ്, ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്. ഈ ഒരു അവസ്ഥയിൽ അവളോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറണമെന്ന് പറയും. ക്രൂരതയോ? അവളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടാണ് ക്രൂരതയെന്ന് പറയും. അവളുടെ മകൻ ഇപ്പോഴും സബ് ജയിലിൽ കിടക്കുക, റിമാൻഡിലാണ്. എന്നിട്ട് അവൾ ഇത്രയും ദിവസമായിട്ട് വിളിച്ച് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയൊന്നും അവൾ ചെയ്തിട്ടില്ല. അവൾക്ക് മകനെ പുറത്തിറക്കണമെന്ന് രക്ഷിക്കണമെന്നല്ല ആഗ്രഹം. അവളുടെ വാശി ജയിക്കണം. അന്നും ഇന്നും അവൾക്ക് അത് തന്നെയാണല്ലോ ആഗ്രഹം. അത് നടക്കട്ടെ. കേസ് കോടതി വഴിയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടുകൂടിയാണ് രാജീവിനോട് സംസാരിക്കുന്നത്. ഒരു അനുരഞ്ജനത്തിനാണ് രാജീവ് കടപ്പാട്ടൂർ വന്നതെങ്കിലും പക്ഷേ ബാലേന്ദ്രൻ ഒരു കാരണവശാലും അതിന് തയ്യാറാവുന്നില്ല. അതിനുശേഷം മനുശങ്കരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്കിളിനെ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. മനു, ബാലേന്ദ്രന് ഒരു മാറ്റവും ഇല്ല, കേസ് കോടതിയിൽ തന്നെ പോട്ടെന്നാണ് പറയുന്നത്. അങ്കിളൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി വൈജയൻ്റെ കാണണമെന്ന് പറയും. കൊച്ചച്ഛനോ സംസാരിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു മാറ്റം ആൻറ്റി കൊണ്ടുവന്നറിയാമെന്ന് പറയും. അങ്ങനെ രാജീവൻ നേരെ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരും. ആ സമയത്ത് ചോദിക്കും, ഇതാര്, രാജീവോ? നീ എന്തിനാ വൈജയ് വക്കീൽ നോട്ടീസൊക്കെ ബാലേന്ദ്രനെതിരെ അയക്കാൻ പോയെന്ന് നോക്കും. എന്നിട്ട് അതിനുശേഷം നീ എന്ത് ചെയ്യാൻ ഉദ്ദേശം? എന്ത് ചെയ്യാൻ? വക്കീൽ നോട്ടീസ് അയക്കും, കോടതി കേസ് കിടക്കും. പിന്നെ ഞാൻ ബന്ധം വേർപിരിഞ്ഞ് ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കും. കടപ്പാട്ടൊരു വീട്ടിൽ മാത്രമല്ല എനിക്ക് താമസിക്കാൻ സ്ഥലമുള്ളത്. എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്. എനിക്ക് അന്തസ്സായിട്ടൊരു വീട് എടുത്ത് താമസിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടെന്ന് പറയും. അപ്പം നിനക്ക് ഒരു മാറ്റവും ഇല്ല, നീ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് പറയില്ലേ? അയാൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തതെന്ന് ചോദിക്കും. അതിപ്പോഴും രാജുവിന് അറിയത്തില്ലേ? അവളല്ലേ ഇതിനെല്ലാം കാരണം, ആ അലീന.
അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറഞ്ഞാൽ ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ലല്ലോ. ബാലേന്ദ്രന് സ്വന്തം ഭാര്യയും മക്കളും ഒന്നും അല്ലല്ലോ വലുത്, അലീനയല്ലേ. ആയിക്കോട്ടെ, ഞാനും ഒഴിഞ്ഞു പോയേക്കാം, അവളുടെ കൂടെ തന്നെ അയാൾ താമസിച്ചോട്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് രാജീവനങ്ങ് ദേഷ്യം വരും. രാജീവൻ പറയും, വൈജയ് നീ വെറുതെ ദേഷ്യം ഓരോന്ന് വിളിച്ച് പറയല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കുറ്റമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ആരും ഇല്ലല്ലോ, നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ വൈജയ് എന്ന് ബാലേന്ദ്രൻ ചോദിക്കും. രാജീവൻ ചോദിക്കും. ഉടനെ പറയും, നീ അത്ര പെർഫെക്റ്റ് ആണോ എന്ന് രാജീവനോട് ചോദ്യം ചോദിക്കും. വിവാഹത്തിന് മുമ്പ് നിനക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കും. പക്ഷേ അതെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളാരും അവകാശം ചോദിച്ച് കടപ്പാട് ഒരു വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറയും. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവകാശം ചോദിച്ച് വീട്ടിലോട്ട് വരത്തില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോഴത്തേക്ക് പിന്നെ വൈജയ്ക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഉടനെ ചോദിക്കും, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, കോടതിയിൽ ഈ കേസുമായിട്ട് നീ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നീ തന്നെ കോടതിയിൽ നിന്ന് കരയേണ്ടി വരും, ഇത് നിനക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് പറയും. അല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഇപ്പം എന്നോടൊരു താല്പര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ബാലേന്ദ്രനും അലീനയല്ലേ വലുത്, ഞാനിപ്പോൾ ആർക്കും വേണ്ടാത്തവളായാലും ചോദിക്കും, എൻ്റെ കാര്യം എനിക്കറിയാൻ തീരുമാനിക്കാമെന്ന് പറയും. എങ്കിൽ പിന്നെ നിന്നെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ ഇനി നിൻ്റെ ഒരു കാര്യം ഇടപെടാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ദേഷിച്ചങ്ങ് രാജീവൻ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് വൈജയന്തിക്ക് നല്ല ദേഷ്യമുണ്ട്. അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം കോടതി കേസുമായിട്ട് വൈജയന്തി മുന്നോട്ട് തന്നെ പോവും. കോടതി കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാൻലിയെ ബാലേന്ദ്രൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അലീനയുടെ അച്ഛനാണ് സ്റ്റാൻലി. അപ്പോൾ ആ സത്യം കോടതി തെളിയിക്കും. അതിനുശേഷം വൈജയ് തന്നെ സ്വന്തം മകളെ തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും. അപ്പം അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പം ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.